എങ്ങനെയുണ്ടായി എല്ലാവരും ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ? ഒരുപാട് ലേറ്റായി എന്നറിയാം. മലൈക്കാസാണ്. ഇതൊരു ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ വ്ളോഗാണ്. നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ചിടാമെന്ന് വിചാരിച്ചു, കാരണം ഇപ്പോൾ ഇത്ര ലേറ്റ് ആയല്ലോ. ഫസ്റ്റ് ടൈം ക്രിസ്മസ് കുട്ടികൾക്ക് മാത്രമല്ല, ഷിബുവേട്ടനും കുറച്ച് വെക്കേഷൻ കിട്ടി. ലീവ് ബാലൻസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് ക്രിസ്മസ് മാർക്കറ്റ്സ് ഈ പ്രാവശ്യം വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ട് നമുക്ക്. അതിൽ ദ ബെസ്റ്റ് എന്ന് തോന്നിയ രണ്ട് സ്ഥലങ്ങളാണ് നമ്മൾ ഈ വ്ളോഗിലൂടെ കാണിക്കുന്നത്. ഒന്ന്, അങ്ങനെ ക്രിസ്മസിൻ്റെ തലേ ദിവസം ഞങ്ങൾ ഫെസ്റ്റിവൽ സിറ്റിയിലാണ് പോയത്. ഫെസ്റ്റിവൽ സിറ്റിയിലെ ഈ ക്രിസ്മസ് മാർക്കറ്റ് നിങ്ങൾ മസ്റ്റായിട്ടും വാച്ച് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അവിടെ ഉള്ളവരെന്നല്ല, ഈ ദുബായിലുള്ളവർ ഒരിക്കലും ഇത് മിസ് ചെയ്യരുത്. ഇതുവരെ പോയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ടൈം എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല രസമുണ്ടായിരുന്നു. വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ലൈവായിട്ട് സാൻഡയുടെ കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കാം. സാൻഡനെയൊക്കെ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട് കേട്ടോ. സാൻഡ 10 o'clock കഴിഞ്ഞ് കഴിഞ്ഞാൽ സാൻഡ വീട്ടിൽ പോകും. ഞങ്ങൾ വന്നപ്പോഴേക്കും സാൻഡ ഉണ്ടായിരുന്നില്ല. എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അവൾ ഫോട്ടോ എടുത്തത് കണ്ടപ്പോൾ എനിക്കൊരു കൊതിയായി. സാൻഡനെ കാണാൻ അത്രയ്ക്കും ക്യൂട്ടായിരുന്നേ. സാൻഡ ലണ്ടനിൽ നിന്ന് വരുന്നത് അത്രേ. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴേക്കും സാൻഡനെ കാണാൻ പറ്റിയില്ല, അത് മിസ്സായി. പക്ഷേ എന്നാലും ക്രിസ്മസ് മാർക്കറ്റ് നല്ല രസമായിരുന്നു. കുറേ സാധനങ്ങൾ ക്രിസ്മസ് ട്രീയിലൊക്കെ ഒരുക്കാനുള്ള ഒരുപാട് ഡെക്കറേറ്റീവ് ഐറ്റംസ് അവിടെ ഉണ്ട്. ബ്രേസ്ലെറ്റ്സ്, കുട്ടികൾക്ക് കളിക്കാനായിട്ട് സ്ലൈം, പിന്നെ ഓരോരോ ഒരു 1 മീറ്റർ ഗ്യാപ്പിലും അവർ ക്രിസ്മസ് ട്രീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ക്രിസ്മസ് ട്രീ. അതിൻ്റെ മുന്നിലൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാനായിട്ട് തിരക്കായിരുന്നു കേട്ടോ. അതേപോലെ ഫുഡ് കൗണ്ടേഴ്സ്, മറ്റേ ട്രക്സ് ഉണ്ടല്ലോ, ഫുഡ് കോർട്ട് പോലെ ചെറിയ ചെറിയ ട്രക്കുകൾ. ദെൻ കുട്ടികൾക്ക് ഗെയിംസ് കളിക്കാനുള്ള കുറേ കാർണിവൽസ്. ഞങ്ങൾ അവിടെ നിന്ന് ഒരു സാൻഡേനെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ലുലുവിൽ പോയി കേക്ക് വാങ്ങിച്ചു. ഗിഫ്റ്റ്സ് റാപ്പ് ചെയ്യാനുള്ള റാപ്പേഴ്സ് ഉണ്ടായിരുന്നില്ല, അത് വാങ്ങിച്ചു. അങ്ങനെ അന്നത്തെ പർച്ചേസിങ്ങും ചെറിയൊരു കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി. നെക്സ്റ്റ് ഡേ നമ്മൾ പോയത് മദീന ജുമൈറയിലാണ്. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ക്രിസ്മസ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തിറങ്ങും. ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടാണ്ട് ഞങ്ങൾ ഒരുപാട് ദൂരെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടാണ് നടന്നു പോയി, കഷ്ടപ്പെട്ടു. എന്തായാലും ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ക്രിസ്മസ് ടൈമിൽ അവിടെ പോകുന്നത്. വേറെ എന്ത് മിസ് ചെയ്താലും നിങ്ങൾ ഈ സ്ഥലം ഒരിക്കലും മിസ് ചെയ്യരുത്, എസ്പെഷ്യലി ക്രിസ്മസ് ടൈമിൽ. ന്യൂ ഇയറിലും ചിലപ്പോൾ ഇതേപോലെ തന്നെ സെലിബ്രേഷൻസ് അവിടെ ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ന്യൂ ഇയറിൽ ഞങ്ങൾ അവിടെ ചെല്ലാത്തത് കൊണ്ട് നമുക്കറിയില്ല. പക്ഷേ ക്രിസ്മസ് അന്ന് പോയത് ശരിക്കും വെറുത്തായിരുന്നു കേട്ടോ. എന്താണ് പറയുക, ദുബായിലാണ് താമസിക്കണമെന്ന് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴാണ് ശരിക്കും തോന്നുന്നത്. ക്രിസ്മസ് ഇത്ര ഇതായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഭയങ്കര ലൈവ്ലി ആയിരുന്നു. ലൈവ് മ്യൂസിക്, ഫുഡ്, കള്ള് വേണമെങ്കിൽ കള്ളും ഉണ്ട് കേട്ടോ അവിടെ. സ്നോയിൽ കളിക്കാൻ പറ്റും, പക്ഷെ അത് ആർട്ടിഫിഷ്യൽ സ്നോ ആണ്. ഞാൻ സ്നോ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും ഇനിയിപ്പോൾ ഇൻഡോറായിട്ട് സ്നോ അവർ ക്രിയേറ്റ് ചെയ്തതാണോ, പക്ഷെ ചെന്ന് നോക്കിയപ്പോൾ ജസ്റ്റ് വെറുതെ തെർമോക്കോളിൻ്റെ എന്തോ വെച്ചിട്ടുള്ള സ്നോ ആണ്. അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ പോകാൻ വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല. കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ ഗെയിംസൊക്കെ ഉണ്ട് കേട്ടോ. വലിയൊരു സാൻഡേനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര ക്രൗഡായിരുന്നു, തട്ടിയിട്ട് മുട്ടിയിട്ട് നടക്കാൻ പറ്റുന്നില്ല. പിന്നെ ആ ലേക്ക് ഉണ്ടല്ലോ, അവിടെ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ ചുറ്റും ഒരു ലേക്ക് ഉണ്ടല്ലോ. ആ ലേക്കിലൂടെ നമുക്ക് സാൻഡയുടെ കൂടെ ഒരു റൈഡിന് പോകാൻ പറ്റും. അത് പേയ്മെൻ്റ് ഉണ്ട് കേട്ടോ അതിന്. ജസ്റ്റ് ഒരു 1 റൗണ്ട് ഈ ബോട്ടിൽ സാൻഡയുടെ കൂടെ നമുക്ക് കറങ്ങിയിട്ട് വരാം. ഇതാണ് ലൈവ് മ്യൂസിക്. ഇത് കൂടാണ്ട് ഒരു ചെറിയ DJ അവിടെ നടക്കുന്നുണ്ട്. ശരിക്കും നമ്മൾക്ക് ഫ്രണ്ട്സും ഫാമിലീസൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു എക്സാക്റ്റ് സ്പോട്ടാണ് കേട്ടോ ഇത്. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുതെന്നേ ഞാൻ പറയുള്ളൂ. നെക്സ്റ്റ് ടൈമെങ്കിലും പാർക്കിംഗ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ദൂരെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ നടന്നു വന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് വെർത്തായിന്ന് തോന്നി, കാരണം അത്ര എൻജോയ് ചെയ്തു. നിങ്ങൾ പോകുമ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഞങ്ങൾ കുറച്ച് ലേറ്റായി, ഒരുപാട് രാത്രിയായി ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും. അതുകൊണ്ട് തന്നെയാണ് പാർക്കിംഗ് കിട്ടാനൊക്കെ അത്രയും ബുദ്ധിമുട്ടായി. കാരണം ഒരുപാട് റോഡ്സൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു.
ക്രിസ്മസ് ശരിക്കും നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു സെലിബ്രേഷൻ മാത്രമല്ല, ന്യൂ ഇയർ ആണല്ലോ. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂ ഇയർ ആണ്. അടുത്ത വർഷത്തെ ഒരു പ്രതീക്ഷയും കൂടിയാണ് അല്ലേ. എല്ലാം ഇനി വരുന്നതൊക്കെ ഈ വർഷമല്ല, അടുത്ത വർഷം എല്ലാം പോസിറ്റീവ് ആവും. ഈ വർഷം നടക്കാതിരുന്നതൊക്കെ അടുത്ത വർഷം അടിപൊളിയാവും എന്നുള്ള ഒരു പ്രതീക്ഷയും കൂടിയാണല്ലോ നമുക്ക്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി മൂഡിലാണ്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. ഒരു വലിയ ഹോട്ട് ഡോഗ് അത് വാങ്ങിച്ച്, അങ്ങനത്തെ ഫുഡുകൾ മാത്രമേ അവിടെ ഉള്ളൂ കേട്ടോ. ഇന്ത്യൻ കേരള ഫുഡൊന്നും അവിടെ അവൈലബിൾ അല്ല. അപ്പം ഞങ്ങൾ എവിടെ പോയാലും ഈ കേരള ഫുഡ് അന്വേഷിച്ച് നടക്കുവേ, ഷിബുവേട്ടൻ എസ്പെഷ്യലി. ബാക്കി നമുക്ക് മൂന്നാൾക്കും അത്ര പ്രശ്നമില്ല. ഷിബുവേട്ടന് കേരള ഫുഡ് തന്നെ വേണം. എന്നാലും അത് മാത്രമേ കഴിക്കുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ, എല്ലാ ഫുഡും കഴിക്കും. പക്ഷെ അത് കിട്ടിയാൽ ഏട്ടന് കുറച്ചും കൂടി സന്തോഷമാണെന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു പതുക്കെ വൈൻഡപ്പ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒത്തിരി ദൂരം നടക്കാനുണ്ട്. ഇനിയിപ്പോൾ ന്യൂ ഇയറിലേക്ക് പോവുകയാണ് കുറച്ച് ദിവസം കഴിഞ്ഞ്. ഇത് ന്യൂ ഇയർ ഞങ്ങൾ കുറച്ച് ലേറ്റായി. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ ഉച്ചയ്ക്ക് പോയിരുന്നു. ഈ പ്രാവശ്യം ന്യൂ ഇയർ ഞങ്ങൾ രാത്രിയായി എത്തിയപ്പോൾ. ഒരു ഫാം ഹൗസിലാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ അതേ ഫ്രണ്ട്സ്, വേറൊരു ഫാം ഹൗസ്. പക്ഷേ ഈ പ്രാവശ്യത്തെ ഫാം ഹൗസ് കുറച്ചും കൂടെ നല്ലതായിരുന്നു. എന്ത് പെട്ടെന്നാണ് ഒരു വർഷം പോയെന്ന് നമ്മളെല്ലാവരും പറയുന്നൊരു ഡയലോഗാണല്ലേ. പക്ഷേ ഈ വർഷം, അതായത് ഈ വർഷം എന്ന് പറഞ്ഞാൽ 2024 നമുക്ക് എന്തോ വളരെ ഫാസ്റ്റായിട്ടാണ് പോയത്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിച്ചു. സ്വപ്നങ്ങളൊക്കെ നിങ്ങളെ പോലെ തന്നെ ഇനി നടക്കാനുള്ള സ്വപ്നങ്ങളൊക്കെ ഈ വർഷം സഫലമാവട്ടെ എന്നും നടക്കാനുള്ള ലക്ഷ്യങ്ങളൊക്കെ ഈ വർഷം വിജയകരമാവട്ടെ എന്നും എല്ലാവരെയും പോലെ നമ്മളും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു പുതുവത്സരാശംസകൾ. ശരിക്കും ആ ഫാമിൻ്റെ ഭംഗി എനിക്ക് ആ വീഡിയോയിലൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഒരുപാട് ലേറ്റായി. രാത്രി ആയപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. പിറ്റേ ദിവസം ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങിയെങ്കിലും ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം സത്യത്തിൽ മറന്നുപോയി. അതുകൊണ്ടാണ് അതൊന്നും ഞാൻ ഈ വ്ളോഗിൽ കാണിക്കാത്തത് കേട്ടോ. നല്ല ഫാമായിരുന്നു. ഒരുപാട് വെജിറ്റബിൾസും എസ്പെഷ്യലി പോമഗ്രെയിനാണ് ഒരുപാട് ഉണ്ടായിരുന്നത്. പിന്നെ പിയറും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ ഫാം കാണാനായിട്ട്. എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് എപ്പോഴും പറയാറുണ്ട്, എനിക്ക് എപ്പോഴും സൂര്യനെ പോലെ ജീവിക്കാനാണ് ഇഷ്ടം. കാരണം കത്തിച്ച് വലിച്ച് നിൽക്കണം എൻ്റെ ലൈഫ് എപ്പോഴും. ഈവൻ അസ്തമിക്കുന്ന സമയത്ത് പോലും ഒരുപാട് കളർഫുള്ളായിട്ടുള്ള നല്ല വിഷ്വൽ വ്യൂസ് സമ്മാനിച്ചുകൊണ്ടല്ലേ അസ്തമിക്കണേന്ന്. ശരിയാണല്ലേ. പിന്നെ എത്രയൊക്കെ ശ്രമിച്ചാലും സാഹചര്യങ്ങളാണല്ലോ നമുക്ക് പറ്റാത്ത ക്രൈസിസ് വരുമ്പോഴത്തേക്കും നമ്മളങ്ങ് തകർന്നു പോകും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ലൈഫിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. നിങ്ങളെങ്ങനെയാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിരുന്നോ? ഞാനങ്ങനെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒന്നും എടുക്കാറില്ല കേട്ടോ. പക്ഷേ ഓരോ വർഷവും ലൈഫിൽ കുറേ മാറ്റങ്ങളൊക്കെ വരാറുണ്ട്. കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾ ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ലൈഫ് ഒരു തരത്തിലും, നമ്മുടെ ലൈഫിലെ ഹാപ്പിനെസ് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യില്ല എന്നും, പിന്നെ എൻ്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ ഇനി ഞാൻ ചെയ്യുള്ളൂ എന്നും കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപദേശം കൊണ്ടൊന്നും ഈ ലോകത്ത് ഒരാളും നന്നായിട്ടില്ല. അത് കേട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം തിരുത്താമെന്ന് അവനവനെടുക്കുന്ന തീരുമാനങ്ങളാണ് എല്ലാവരുടെയും ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചേഞ്ചസ് വരുത്താനായിട്ടൊന്നും ന്യൂ ഇയർ വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതെപ്പോൾ വേണമെങ്കിലും ആവാം. ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല അല്ലേ. നമുക്ക് മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും അതാവാം. അപ്പോൾ എല്ലാവർക്കും നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഫ്രം മലൈക്കാസ്.